കുറേ നാളായില്ലേ നമ്മൾ ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചിട്ട്. അപ്പോൾ നമുക്കിന്ന് ഒന്നിച്ചിരുന്ന് ഉണ്ണാമല്ലേ? ചോറ് വിളമ്പട്ടെ. ഇന്ന് എനിക്ക് തോന്നി നിങ്ങളോടൊപ്പം ഇരുന്ന് ഉണ്ടാലോ എന്ന്. അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് വിശ്വസിച്ചു. ഇനി കുക്കർ നമുക്ക് അടച്ച് വയ്ക്കാം. ഇവിടെ പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ പൊളിച്ചിട്ടിരിക്കുക. അപ്പോൾ ചെറിയ സൗകര്യത്തിലാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടോട്ട് ഒന്നും പോകുന്നില്ല. അല്ലെങ്കിലും ഞാൻ അടുക്കളയിലിരുന്നായിരുന്നല്ലോ നിങ്ങളോടൊപ്പം ഊണ് കഴിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു ഇഞ്ചി കൊണ്ടുള്ള പുളിങ്കറിയാണ്. ഇഞ്ചി പുളിങ്കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ എൻ്റെ ഉണ്ണാൻ വരണേ, ഊണൊഴിക്കാൻ വരണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രജനി ഒരു ചെറിയ അവിയൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ഈ തവി തന്നെ എടുക്കാം. എനിക്കല്ലാതെ വേറെ തവി നോക്കട്ടെ, തപ്പി എടുക്കാൻ നോക്കട്ടെ. എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയാണ് എല്ലാം കേട്ടോ. അവളിത് അവിടെ കൊണ്ട് എല്ലാം കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കൊരു അവിയലെടുക്കാം. നമുക്ക് അവിയലെടുക്കാം. പണിക്കാർ പോകുന്ന ശബ്ദമാണ്. അവിയൽ നല്ല അവിയലാണ്. അവിയൽ കുറച്ച് ഏറെ എടുക്കട്ടെ. ചോറ് ഇത്രയും വേണ്ടായിരുന്നു അല്ലേ? ചോറ് ഇച്ചിരി കൂടിപ്പോയാൽ ഭഗവാനെ. മതി അവിയൽ ഇത്രയും ഉള്ളപ്പം ഗ്യാസിലോട്ട് വീണത്. അവിയൽ ഇത്രയും ഉള്ളപ്പോൾ ചോറിത് മതി, വേറെ കൂട്ടാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി പപ്പടമുണ്ട്, എടുക്കട്ടെ. എല്ലാം ഓരോരുത്തർ തിരിക്കുക. ഒന്നും ഇതായിട്ട് വയ്ക്കാനൊന്നും സൗകര്യമില്ല. പപ്പടം എടുക്കട്ടെ. ഒരു പപ്പടം മതി, വെളിച്ചെണ്ണയല്ലേ. അപ്പോൾ ഒരു പപ്പടം. ഇനിയും അച്ചാർ ഇരിപ്പുണ്ട്, അതൊന്നും വേണ്ട. അപ്പം നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇഞ്ചി പുളിങ്കറി, ചോറ്, അവിയൽ, പപ്പടം, അച്ചാറും മോരും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും വേണ്ട, ഇത് മതി. പരിമിതമായ സൗകര്യത്തിലാണ് ഇപ്പോഴത്തെ അടുക്കളയും വിളമ്പലും ഒക്കെ. അവിടെ ആ വെള്ളമൊക്കെ ആയി തുടച്ച് കളയട്ടെ. പാത്രം അടച്ചു വെച്ച പാത്രത്തിൻ്റെ വീണതാണ്.